ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ഷോപ്പിങ്ങിനാണ്. അതിൻ്റെ ഷോ ഓഫാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ട്രോഫി ഞങ്ങൾക്കൊരു പ്രോഗ്രാമിന് പ്രോത്സാഹന സമ്മാനം കിട്ടിയതാണ്. അതിപ്പോൾ ഞങ്ങൾ കീ ഹോൾഡറിട്ടാണ് യൂസ് ചെയ്യുന്നത്. പൊതുവേ ഞങ്ങൾ ഷോപ്പ് ചെയ്യാറുള്ളത് ലിഡൽ, ഫാം ഫുഡ്സ്, ഹെൽത്തി പോലുള്ള ഓഫേഴ്സൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. പ്രീ പ്ലാൻഡ് ആണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഓപ്പൺ മാർക്കറ്റ് ആയിട്ടുള്ള ബുൾഡ്രിങ് ആണ്. അത് വീക്കിലി ഒരു 4-5 ഡേയ്സ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. അതിൻ്റെ ടൈമിങ് വരുന്നത് ഈവനിങ് അപ് ടു 5 o'clock വരെയൊക്കെ ആയിരിക്കും. അതൊരു അടിപൊളി പ്ലേസാണ്. കാരണം അവിടെ എല്ലാ ടൈപ്പ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ചിക്കനും ഫിഷും മീറ്റും എഗ്ഗും ഒക്കെ കിട്ടും. അതും നല്ല ചീപ്പ് പ്രൈസിൽ. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈംസും ഞങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരിക്കില്ല. കുക്ക് ചെയ്യാൻ പോകുന്ന ടൈമിലായിരിക്കും സാധനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും ഷോപ്പിങ്ങിന് പോകുന്നതും. അപ്പം ഈ ഫാം ഫുഡ്സ് ലിഡൽ ഹൽദി പോലൊക്കെ ഉള്ളതാണെങ്കിൽ ഹോളിഡേ ആണെങ്കിലും നൈറ്റ് ഒരു 8 o'clock വരെയും അല്ലാത്ത ദിവസങ്ങളിൽ നൈറ്റ് ഒരു 10-11 ഒക്കെ വരെ കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദി ടൈംസും അങ്ങോട്ടേക്കാണ് പോകാറുള്ളത് ഇങ്ങനെ പെട്ടെന്നുള്ള ഷോപ്പിങ്ങിനൊക്കെ. ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് തൊട്ട് ഫ്രണ്ടിലുള്ള പാർക്കാണ്. ഇത് ആക്ച്വലി ഒരു പബ്ലിക് പാർക്കാണ്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പല വഴി കൂടി വരാമെങ്കിലും ഈ വഴിയാണ് ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. കാരണം ഇതുവഴി പോകാനൊരു പ്രത്യേക രസമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ബസ് കയറി ഫാം ഫുഡ്സിലേക്ക് പോയി. കഴിഞ്ഞ വട്ടം ഫാം ഫുഡ്സിൽ പോയപ്പോൾ കുറച്ച് ഓഫേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വട്ടം ഫാം ഫുഡ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല പല ഷോപ്പുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യാറുണ്ട്. കാരണം ഓരോ സമയത്തും ഓരോയിടത്തും പല ടൈപ്പ് ഓഫേഴ്സ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ നേരെ ഫാം ഫുഡ്സിലേക്ക് പോയി. അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഫാം ഫുഡ്സിലുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് കാറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡല്ല. ആദ്യം കയറി ചെന്നപ്പോൾ തന്നെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള എഗ്ഗ് ഞങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. 89 pence ആയിരുന്നു 6 eggsന്. 1 pound താഴെ എന്ത് കണ്ടാലും ഞങ്ങളതൊക്കെ എടുക്കാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആപ്പിള്, ഇവിടെ എല്ലാ ഷോപ്പിലും ആപ്പിള് പല പ്രൈസ് ഡിഫറൻസിലുണ്ട്. പക്ഷേ ഞങ്ങൾ അത്യാവശ്യം നല്ല ആപ്പിൾ നോക്കി എടുക്കാറുണ്ട്. 99 pence ആയിരുന്നു. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ആപ്പിളൊക്കെയാണ്. പിന്നെ ക്യുക്കുംബർ അഥവാ കുക്കുംബർ 49 pence ആയിരുന്നു. ഞങ്ങളങ്ങനെ ക്യുക്കുംബർ യൂസ് ചെയ്യാറില്ലെങ്കിലും 1 pound താഴെ ആയതുകൊണ്ട് മാത്രം ഞങ്ങളൊരു ക്യുക്കുംബർ എടുത്തു. പിന്നെ തക്കാളി, ചെറുതും വലുതുമായിട്ടുള്ള തക്കാളികളുണ്ടെങ്കിലും ചെറിയ തക്കാളിയാണ് ഞങ്ങൾ എടുത്തത്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പിന്നെ പഴം, ഇവിടെ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനമാണ് പഴം. വേഗം പഴുത്ത് ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പച്ച നോക്കിയിട്ടാണ് എടുക്കാറുള്ളത്. പിന്നെ സ്ട്രോബെറി, ഗ്രേപ്സ് പോലുള്ള ഫ്രൂട്ട്സിനൊക്കെ 1 pound താഴെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. സ്ട്രോബെറി ചില കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ പണി കിട്ടാറുണ്ട്. കാരണം കുറച്ച് സോറും ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഫാം ഫുഡ്സിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതൊക്കെ അത്യാവശ്യം സ്വീറ്റ് ആയിട്ടുള്ള നല്ല സാധനമായിരുന്നു. പിന്നെ മിൽക്ക്, ഇവിടെ മിൽക്ക് പല ടൈപ്പ് ഉണ്ട്. ഹോൾ മിൽക്ക്, സെമി സ്കിംഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ സമയത്തും ഞങ്ങൾക്ക് തോന്നുന്ന മിൽക്കായിരിക്കും എടുക്കുക. പക്ഷേ എല്ലാം ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ വട്ടം ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് ബട്ടർ നെയ്തുകൊണ്ട് മാത്രം ബട്ടർ ആവില്ല. ബട്ടർ ഒരു കമ്പനിയുടെ പേരായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങളപ്പോൾ അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് ഇപ്പോഴും അത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്, എന്തിനാണെന്ന് പോലും അറിയാണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയൊരു ശീലമാണ് യോഗേർട്ട്. എല്ലാത്തിനും കൂടെ ഒരു യോഗേർട്ട് ടച്ച് വേണമെന്ന് ഇപ്പോൾ അങ്ങനെ ഒരു തോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീക്ക്ലി യോഗേർട്ട് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ കൂടുതലും ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസാണ് കണ്ടിട്ടുള്ളത്. ഫ്രോസൺ ആൻഡ് സ്ലൈസ്ഡ് ആയിട്ടുള്ളത്. ഒനിയൻ ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഒക്കെ സ്ലൈസ്ഡ് ആയിട്ടുള്ളതുണ്ട്. വർക്കിനൊക്കെ പോകാൻ പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും ഫ്രോസൺ ആയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുള്ളൂ. എപ്പോഴും അങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കാറില്ല, വെജിറ്റബിൾസ്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സ്ലൈസ്ഡ് ആയിട്ടും റെഡി ടു ഈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ബർഗറും പിസ്സ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് റെഡി ടു ഈറ്റിനൊക്കെ പറ്റി കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ വാഷിംഗ് ലിക്വിഡ്സും പെറ്റ് ഫുഡ്സ് ഉണ്ടായിരുന്നു. പെറ്റ് ഫുഡ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ധാരണയില്ലെങ്കിലും ഞങ്ങൾ ജസ്റ്റ് നോക്കി പോകാറുണ്ട്. പെറ്റ് ഫുഡ്സ് ഉണ്ട്. പിന്നെ ബ്രെഡ് തന്നെ വീറ്റും വൈറ്റും, അതിപ്പോൾ എല്ലാ ഷോപ്സിലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഓരോ വട്ടം ഓരോന്ന് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ടോയ്ലറ്റ് പേപ്പേഴ്സിൻ്റെയും ടിഷ്യൂ പേപ്പറിൻ്റെയും ഇവിടുത്തെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല. പിന്നെ കോസ്മെറ്റിക്സിൻ്റെ ഒരു സെക്ഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാ സെക്ഷനും പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ സ്റ്റാഫിനോട് അതൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരെ അത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറുണ്ട്. പിന്നെ ഫ്ലവേഴ്സ്, ഇപ്പോൾ ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കണമെങ്കിലോ ഒരു എയർപോർട്ടിൽ റിസീവ് ചെയ്യാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് യൂസ് ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട്. പെപ്സി ആണെങ്കിലും കൊക്കക്കോളയൊക്കെ ആണെങ്കിലും എല്ലാവരുടെ കയ്യിലും ഓരോന്നുണ്ടാവും. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾക്ക് അതിനൊക്കെ വലിയ താല്പര്യക്കുറവായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് അധികം പോകാറില്ല. അവൾ അതിനൊക്കെ എതിരാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണെന്നാണ് പറയാറ്. പിന്നെ ഇവിടെ ഓട്സ്, കെലോഗ്സ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കോൺഫ്ലെക്സിനൊക്കെ ഇടയ്ക്ക് ഓഫേഴ്സ് വരാറുണ്ട്. അങ്ങനെ ഓഫറിൻ്റെ പേരിൽ മാത്രം വാങ്ങിച്ച 2 പാക്കറ്റ് ഓട്സ് ഇപ്പോഴും പൊട്ടിക്കാണ്ട് വീട്ടിലിരിപ്പുണ്ട്. അത് ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. പിന്നെയുള്ള ചോക്ലേറ്റ്സ്, ഇവിടെ പല ടൈപ്പ് ചോക്ലേറ്റ്സ് കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഡയറി മിൽക്കും ഗാലക്സിയും
ആ സ്നിക്കേഴ്സൊക്കെ കിട്ടും. സ്നിക്കേഴ്സൊക്കെ എന്നെ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾ ചോക്ലേറ്റ് വിരോധി ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് നോക്കാൻ പോലും പറ്റാറില്ല. പിന്നെ പല ടൈപ്സ് ഓഫ് റെഡി ടു ഈറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങളെല്ലാം കയറി ഇറങ്ങി നോക്കി നടക്കാറുണ്ട്. ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കും. പക്ഷേ എല്ലാത്തിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കും, ഇൻ കേസ് എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഞങ്ങൾ നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി. ഒരു മാസത്തേക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പം അതിനനുസരിച്ചായിരിക്കും ഞങ്ങൾ ഓരോ മാസം സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്. പിന്നെ ഇവിടെ ഞങ്ങൾ ബില്ലിങ്ങിന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കവർ വാങ്ങിക്കാം. പക്ഷേ 39.58 അങ്ങനെ എന്തോ ഒരു കവറിന് ഒരു ചാർജ് ചെയ്യുന്നുണ്ട്. മലയാളി ആയിപ്പോയില്ലേ, അപ്പോൾ അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ 2 കവർ കൊണ്ടുവരാറുണ്ട്. ടെസ്കോൻ്റെ കവറാണ്. ആ കവറാണ് ഞങ്ങൾ ഏത് കടയിൽ പോയാലും കൊണ്ടുവരാറുള്ളത്. അപ്പോൾ 1 മന്തിലേക്ക് ഞങ്ങൾ സാധനം വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്കത് 22 പൗണ്ട്സ് ആണ്. പക്ഷേ 1 മന്തിലേക്ക് അങ്ങനെ പ്രീ പ്ലാൻഡ് അല്ലാത്തൊരു ഷോപ്പിംഗ് എൻഡ് ചെയ്തു. ഇനി പോവുക, കുക്ക് ചെയ്യുക, കഴിക്കുക.